ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ഷെയ്ക്ക് എഫക്റ്റ് വീഡിയോ ആണ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന AR മൂവിയിലെ സോങ് വെച്ചൊരു ഷെയ്ക്ക് എഫക്റ്റ് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക. ആദ്യം ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശ്രദ്ധ ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത്. ഫുള്ളായിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പ്രിവ്യൂ കണ്ട രീതിയിൽ നമ്മുടെ ഫോട്ടോ വെച്ച് എങ്ങനെയാണ് ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നതെന്നാണ് ഈ പ്രൊജക്റ്റ് പറഞ്ഞു തരുന്നത്. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. ലൈക്ക് ചെയ്താരും പോലെ ഇതുപോലെ ഒരു പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ഷെയ്ക്ക് എഫക്റ്റിൻ്റെയും അതുപോലെ തന്നെ ബീറ്റ് മാർക്കിൻ്റെയും പ്രീസെറ്റ് ലിങ്കുകൾ യൂസ് ചെയ്യുക. അല്ല എങ്കിൽ XML ഫയലായിട്ട് ടെലിഗ്രാം ചാനലും കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ലിങ്ക് ഡൗൺലോഡ് ചെയ്യുന്നത് പ്രൊജക്റ്റിൻ്റെ സെക്ഷനിലായിരിക്കും കാണാൻ സാധിക്കുന്നത്. 25-ാം തീയതിയിലെ എഫക്റ്റിൻ്റെ ടേബിളും 25-ാം തീയതിയിലെ ബീറ്റ് മാർക്കിൻ്റെ ടേബിളും ഈ രണ്ട് ലിങ്കുകൾ യൂസ് ചെയ്താണ് നമ്മൾ ഈ പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ടേബിൾ എന്ന് പറയുന്നത് ബീറ്റ് മാർക്കിൻ്റെ ടേബിളിലായിരിക്കണം. 25-ാം തീയതിയിലെ ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യാനകത്ത് ഇവിടെ ഡയലോഗ് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇതിന് യൂസ് ചെയ്തിരിക്കുന്ന ഫോണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്കിതിനകത്തൊരു ബാക്ക്ഗ്രൗണ്ട് വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം അതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 2 സെക്കൻഡ് 14 മില്ലി സെക്കൻഡ് എത്തിയിട്ട് റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക. അത് ക്ലിക്ക് ചെയ്തിട്ട് ആ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്തിട്ട് സോങ്ങിൻ്റെ ജസ്റ്റ് മുകളിലായിട്ട് വെക്കുക. അതിനുശേഷം നമുക്ക് മൂവിങ് ഇതിനകത്ത് കൊടുക്കണം. ഫസ്റ്റിലത്തെ ഡയലോഗ് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ് മൂവ് ചെയ്യേണ്ടത്. 3 പ്രാവശ്യം എടുത്തിട്ട് ഫുള്ളായിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് വെക്കുക. സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ സിമ്പിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കുറച്ച് മാറ്റിയ ശേഷം ആ ടെക്സ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് സെൻറ്റർ വെക്കുക. അതിനുശേഷം വീഡിയോയുടെ എൻഡ് എത്തിയിട്ട് ആ ടെക്സ്റ്റിൻ്റെ എൻഡ് എത്തിയിട്ട് കുറച്ചുകൂടി റൈറ്റ് സൈഡ് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം സ്പീഡിലും അതിനുശേഷം കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെയും വരുന്നത്. അതിനുശേഷം സ്പീഡ് കൂടുതൽ വേണമെങ്കിൽ ഇതുപോലെ ഗ്രാഫ് കൂടി ആദ്യത്തെ 2 കീയുടെ നടുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അടുത്ത ഡയലോഗ് നമുക്ക് റൈറ്റിൽ നിന്നും ലെഫ്റ്റിലോട്ട് വരണം. അതിനായിട്ട് ഫുള്ളായിട്ട് റൈറ്റ് സൈഡ് വെക്കുക. അതിനുശേഷം ലെഫ്റ്റ് കീ സിമ്പിൾ ക്ലിക്ക് ചെയ്യുക. അത് സ്റ്റാർട്ടിങ്ങിലൂടെ തന്നെ ഡ്രാഗ് ചെയ്ത് വെക്കുക. അതിനുശേഷം കുറച്ച് മാറ്റിയ ശേഷം ആ കീ സിമ്പിൾ ഡ്രാഗ് ചെയ്തിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെക്കുക. അതിനുശേഷം കുറച്ച് എൻഡ് എത്തിയ ശേഷം അത് വീണ്ടും കുറച്ച് ഡ്രാഗ് ചെയ്യുക. സ്പീഡ് വേണമെങ്കിൽ മാത്രം ഇതുപോലെ ഗ്രാഫ് ആഡ് ചെയ്ത് കൊടുക്കുക. 2 കീയുടെ നടക്ക് ആദ്യം കൊടുത്തിരിക്കുക. 2 കീയുടെ നടക്ക് രണ്ടാമത്തെ കീ കുറച്ചുകൂടി ഡ്രാഗ് ചെയ്ത് മാറ്റുന്നുണ്ട്. കറക്റ്റ് നിങ്ങൾ ഒരേ ലൈനിൽ തന്നെ ഇതുപോലെ ചെയ്യുക. നമുക്ക് ഓരോ ലൈനും റെഡ് ലൈൻ വീഴുന്നത് കാണാൻ സാധിക്കും. അതാണ് കറക്റ്റ് സെൻറ്റർ എന്ന്. ഞാൻ സ്പീഡ് ചെയ്യുന്നതുകൊണ്ടാണ് റെഡ് ലൈൻ നോക്കാത്തത്. നിങ്ങൾ കറക്റ്റ് ലൈൻ നോക്കി ഇതുപോലെ തന്നെ കൊടുക്കുക. അടുത്ത നമുക്ക് റൈറ്റ് മുകളിൽ കൊടുത്തു ആദ്യം കൊടുത്ത പോലെ തന്നെ റൈറ്റിൽ നിന്നും ലെഫ്റ്റിൽ നിന്ന് കൊടുക്കുക ഇതുപോലെ. അപ്പം മുകളിൽ ഓരോന്നും ടെക്സ്റ്റ് ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്ന് ഇതുപോലെയൊക്കെ മൂവ് ചെയ്യുന്നത് കാണാൻ സാധിക്കും പ്രിവ്യൂ കണ്ടിരിക്കുന്ന രീതിയിൽ. അതിനുശേഷം ആദ്യത്തെ ടെക്സ്റ്റ് വരിക. നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ് ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്ത ശേഷം ബോർഡർ ആൻഡ് ഷാഡോ സെലക്ട് ചെയ്ത ശേഷം ഇതിനകത്ത് മൂന്നാമത് കൊടുത്തിരിക്കുന്ന ഷാഡോ എഫക്റ്റ് എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിനകത്ത് ഈ എഫക്റ്റിനകത്ത് 3 എഫക്റ്റ് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം അൺഹൈഡ് ആക്കുക. അതിനുശേഷം ലെഫ്റ്റ് സൈഡിൽ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഈ എഫക്റ്റ് മുഴുവൻ കോപ്പി എടുക്കുക. കോപ്പി എടുത്ത ശേഷം സെക്കൻഡ് ലിറിക്സ് ക്ലിക്ക് ചെയ്യുക. ആദ്യം ബോർഡർ ഷാഡോ എനേബിൾ ചെയ്യുക. എഫക്റ്റ് എടുത്ത ശേഷം നമ്മൾ കോപ്പി എടുത്ത ആ 3 എഫക്റ്റും കറക്റ്റായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അത് ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ബോർഡർ ആൻഡ് ഷാഡോ സെലക്ട് ചെയ്യുക. അതിനെ ഷാഡോ എനേബിൾ ചെയ്യുക. അതിനുശേഷം എഫക്റ്റ് എടുത്തിട്ട് കോപ്പി എടുത്ത് എഫക്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇത്രയും കൊടുത്താൽ മതി. നമുക്ക് ടെക്സ്റ്റ് എഫക്റ്റ് കംപ്ലീറ്റ് ലഭിക്കുന്നതാണ്. 2 സെക്കൻഡ് 14 മില്ലി സെക്കൻഡ് മുതൽ നിങ്ങൾ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഫോട്ടോയൊക്കെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് HD ക്വാളിറ്റിയിലെ ഫോട്ടോ അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓരോ റെഡ് ലൈനകത്ത് ഓരോ ഫോട്ടോ എന്ന രീതിയിൽ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ എൻഡ് വരെ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക. 22 ഫോട്ടോയുടെ അടുത്ത് വേണ്ടി വരും. ഇതുപോലെ കംപ്ലീറ്റ് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക. കംപ്ലീറ്റ് എൻഡ് വരെ ഫോട്ടോ ആഡ് ചെയ്ത ശേഷമാണ് ഈ കാണുന്നത്. ഇതുപോലെ കറക്റ്റായിട്ട് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിനി എഫക്റ്റുകളൊക്കെ അപ്ലൈ കൊടുക്കണം. ഈ ഫോട്ടോയ്ക്ക് എഫക്റ്റ് കൊടുക്കണം. അതിനായിട്ട് നമ്മൾ എഫക്റ്റിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യുക. അതായത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന എഫക്റ്റിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യുക. ചെയ്ത ശേഷം ഇവിടെ നിങ്ങൾക്ക് 2 ഫോട്ടോ കാണാൻ സാധിക്കും. ഇതിനകത്ത് ആദ്യത്തെ ഫോട്ടോയുടെ എഫക്റ്റാണ് നമ്മൾ കോപ്പി എടുക്കുന്നത്. ആദ്യത്തെ ഫോട്ടോയുടെ എഫക്റ്റ് കോപ്പി എടുത്തിട്ട് എങ്ങനെ എഫക്റ്റ് കോപ്പി എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത ശേഷം താഴെയായിട്ട് റൈറ്റ് സൈഡ് എഫക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇത്ര എഫക്റ്റ് മുഴുവൻ ഇങ്ങനെ കോപ്പി എടുക്കുക. ലെഫ്റ്റ് സൈഡ് 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി എടുക്കുക. കോപ്പി എടുത്ത ശേഷം ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ ഉണ്ടല്ലോ, നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടേബിൾ, അത് ഓപ്പൺ ചെയ്ത ശേഷം ഞാൻ പറയുന്ന ഫോട്ടോയിൽ മാത്രം കറക്റ്റായിട്ട് അപ്ലൈ കൊടുക്കുക. ആദ്യം കൊടുത്തിരിക്കുന്ന 4 ഫോട്ടോയിലും കറക്റ്റായിട്ട് ഈ എഫക്റ്റ് അപ്ലൈ കൊടുക്കുക. ആദ്യം കൊടുത്തിരിക്കുന്ന
4 ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, കോപ്പി എടുത്ത എഫക്റ്റ് കറക്റ്റായിട്ട് പേസ്റ്റ് കൊടുക്കുക. ഇതുപോലെ 4 ഫോട്ടോയിലും കറക്റ്റായിട്ട് പേസ്റ്റ് കൊടുക്കുക. ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക. പറഞ്ഞ് മനസ്സിലായല്ലോ. 4 ഫോട്ടോയിലും കറക്റ്റായിട്ട് ഓരോ ഫോട്ടോ ആയിട്ട് സെലക്ട് ചെയ്യുക, പേസ്റ്റ് എഫക്റ്റ് ചെയ്യുക. കറക്റ്റായിട്ട് 4 ഫോട്ടോയിലും കൊടുത്ത ശേഷം ബാക്കി കൊടുക്കേണ്ട ഫോട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് ഡ്രാഗ് ചെയ്യാം. റൈറ്റ് സൈഡിലോട്ട് ഡ്രാഗ് ചെയ്യുന്ന 2 ബീറ്റ് മാർക്ക്, അതായത് ഡബിൾ ബീറ്റ് മാർക്ക് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് വരുന്ന ഫോട്ടോ മനസ്സിലായില്ലേ. ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക. ഇതിനെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഡബിൾ ബീറ്റ് മാർക്ക് കഴിഞ്ഞ് വരുന്ന ഫോട്ടോയിൽ മാത്രം കറക്റ്റായിട്ട് അപ്ലൈ കൊടുക്കുക. അതിനുശേഷം വീണ്ടും റൈറ്റ് സൈഡിലോട്ട് ഡ്രാഗ് ചെയ്യുന്നത് അടുത്ത നിങ്ങൾക്ക് ഡബിൾ ബീറ്റ് മാർക്കുള്ള ഫോട്ടോ കാണാൻ സാധിക്കും. അതിനകത്ത് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക. ആദ്യം കൊടുത്തത് നമ്മൾ 4 ഫോട്ടോയിലും കൊടുത്തു. അതിനുശേഷം ഡബിൾ ബീറ്റ് മാർക്കുള്ള ഫോട്ടോയിൽ മാത്രം കൊടുക്കുക. ഡബിൾ ബീറ്റ് മാർക്ക് കഴിഞ്ഞ് വരുന്ന ഫോട്ടോയ്ക്ക് മാത്രം ഇതുപോലെ എഫക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. വീഡിയോ എല്ലാം ഒന്ന് ലൈക്ക് ചെയ്യണേ. HD ഫോട്ടോയും വീഡിയോ എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചാനൽ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് ഡബിൾ ബീറ്റ് മാർക്ക് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്ത ശേഷം ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ച ശേഷം നമ്മൾ എഫക്റ്റിൻ്റെ ടേബിൾ വീണ്ടും ഓപ്പൺ ചെയ്യുക. എഫക്റ്റിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ ഇനി എടുക്കുന്ന രണ്ടാമത്തെ കിടന്ന ഫോട്ടോയാണ്. ആ ഫോട്ടോ എഫക്റ്റ് എടുക്കേണ്ടത് ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ലെയർ എന്ന് കാണുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. കോപ്പി ലെയർ സെലക്ട് ചെയ്യുക. ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ എടുത്ത ശേഷം നമ്മൾ എഫക്റ്റ് കൊടുക്കാത്ത ഫോട്ടോയ്ക്കെല്ലാം ഈ എഫക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ്. ആദ്യത്തെ 4 ഫോട്ടോ കഴിഞ്ഞ് 5ാമത് വരുന്ന ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പേജ് സ്റ്റൈലിൽ കാണുന്ന ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അതിനകത്തെ കളറിങ് ടൈമും എനേബിൾ ചെയ്ത ശേഷം മാത്രം പേസ്റ്റ് ചെയ്യുക. പറഞ്ഞു മനസ്സിലായല്ലോ. ആദ്യത്തെ ഫോട്ടോയ്ക്ക് മാത്രം അങ്ങനെ ചെയ്യുക. അതിനുശേഷം ഫോട്ടോ മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോട്ടോ സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട് മാത്രം നേരെയാക്കി കൊടുക്കുക. അതിനുശേഷം വരുന്ന ഫോട്ടോയ്ക്കെല്ലാം ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് പേജ് സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രം മതി. പറഞ്ഞു മനസ്സിലായല്ലോ. ആദ്യത്തെ ഫോട്ടോയ്ക്കും കളറിങ് ടൈമും കൊടുക്കുക. ബാക്കി എല്ലാ ഫോട്ടോയ്ക്കും പേജ് സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മതി. ഇങ്ങനെ കൊടുക്കാൻ നേരത്ത് ഫോട്ടോ മുകളിലോട്ടോ സൈഡിലോട്ടോ വല്ലതും പോയിട്ടുണ്ടെങ്കിൽ മാത്രം സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട് മാത്രം കറക്റ്റായിട്ട് ഇതുപോലെ സെൻറ്റർ വെക്കുക. ഇതുപോലെ സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട് നേരെയാക്കി കൊടുക്കുക. പറഞ്ഞു മനസ്സിലായല്ലോ. ആദ്യത്തെ ഫോട്ടോയ്ക്കും കളറിങ് ടൈമും കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ എഫക്റ്റ് കൊടുക്കാത്ത എല്ലാ ഫോട്ടോയിലും കൊടുക്കുക. ഓൾറെഡി കൊടുത്തിരിക്കുന്ന ഫോട്ടോയിൽ കൊടുക്കരുത്. ഇത്രയും ചെയ്യാവുന്ന വർക്ക് കംപ്ലീറ്റ് ആകുന്നതാണ്. സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ HD എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്ത ശേഷം താഴെ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ. താങ്ക് യു ഓൾ.